ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. FC ബാഴ്സലോണയുടെ പ്രസിഡന്റായ ജോയൻ ലാപ്പോർട്ടയും സൂപ്പർ താരമായ ലയണൽ മെസ്സിയും തമ്മിലുള്ള ബന്ധം അതിപ്പോൾ അത്ര നല്ല രൂപത്തിലല്ല എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ്. ഇത്തവണത്തെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ലാപ്പോർട്ടയ്ക്കെതിരെ മെസ്സിയുടെ പേര് വ്യാപകമായി കൊണ്ട് പലരും ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു. ചാവി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. മെസ്സിയുടെ വരവ് തടഞ്ഞത് ലാപ്പോർട്ടയാണ് എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിലുള്ള ചർച്ചകൾക്ക് വിധേയമാവുകയും ചെയ്തിരുന്നു. ഏതായാലും ഇതിനിടെ ജോയൻ ലാപ്പോർട്ട നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് വലിയ രൂപത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ലാപ്പോർട്ടയെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരം അത് മെസ്സിയല്ല, മറിച്ച് യോഹാൻ ക്രൈഫാണ്. അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മികച്ച താരങ്ങളോടുള്ള എല്ലാ റെസ്പെക്റ്റും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, പ്രത്യേകിച്ച് പെലെ, മറഡോണ, റൊണാൾഡീഞ്ഞോ, മെസ്സി എന്നിവരോടൊക്കെ എനിക്ക് വലിയ ബഹുമാനമുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരം അത് ഇവർ ആരുമല്ല, മറിച്ച് അത് യോഹാൻ ക്രൈഫാണ്. ഇതാണ് ജോയൻ ലാപ്പോർട്ട പറഞ്ഞിട്ടുള്ളത്. മെസ്സിയേക്കാൾ മികച്ച താരം അതല്ലെങ്കിൽ ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരം അത് FC ബാഴ്സലോണയുടെ ഡച്ച് ഇതിഹാസമായ യോഹാൻ ക്രൈഫാണ് എന്നാണ് ജോയൻ ലാപ്പോർട്ട തൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിക്കൊണ്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഫുട്ബോൾ ലോകത്തുള്ള പലരും ഏറ്റവും മികച്ച താരമായിക്കൊണ്ട് മെസ്സിയെ പരിഗണിക്കുന്നു. എന്നാൽ FC ബാഴ്സലോണയുടെ പ്രസിഡന്റായ ജോയൻ ലാപ്പോർട്ട മെസ്സിയെ ഗോട്ടായിക്കൊണ്ട് പരിഗണിക്കാൻ തയ്യാറായിട്ടില്ല. ഇതിപ്പോൾ വലിയ രൂപത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാകുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.